മാന്യശ്രോതാക്കൾക്ക് എൻ്റെ പ്രണാമം. വളരെയേറെ സദസ്സുകളിൽ ക്ലാസ് എടുക്കാനും ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് അറിഞ്ഞ കുറേ കാര്യങ്ങൾ താല്പര്യമുള്ള വ്യക്തികൾക്ക് അറിയിക്കാനുമായിട്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്ന വേളയിൽ കുറേ ഏറെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ എൻ്റെ അടുത്ത് വന്ന് അവരുടെ ദുഃഖങ്ങളോ സംശയങ്ങളോ പറയാറുണ്ട്, കുറേ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾക്ക് പലപ്പോഴും എങ്ങനെ ഉത്തരം കൊടുക്കണമെന്ന് പോലും കൺഫ്യൂഷൻ തോന്നാറുണ്ട്. അതിലെ ഒരു ചോദ്യം, ഏതെങ്കിലും രോഗമോ ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള പ്രശ്നമോ ഉള്ള വ്യക്തികൾ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ചിലരെങ്കിലും അല്ലെങ്കിൽ പലരും ജ്യോതിഷൻ്റെ അടുത്ത് പോകും, ചിലർ വാസ്തു വിദ്യ പ്രയോഗിക്കുന്നവരുടെ അടുത്ത് പോകും, ചിലർ ആയുർവേദ ഡോക്ടറുടെ അടുത്ത് പോകും, ചിലർ ചില ക്ഷേത്രങ്ങളിലെ പൂജാരിമാരുടെ അടുത്ത് പോകും. അവരെല്ലാം ഈ മാനസികമോ ശാരീരികമോ ആയ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ അവരവരുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് പറയും. അത് കഴിഞ്ഞിട്ട് ഇതേ രോഗമുള്ളവർക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോകണമെന്നോ ഹോസ്പിറ്റലിൽ പോകണമെന്നോ ഉള്ള തോന്നല് വളരെയധികം കൺഫ്യൂസ്ഡ് ലെവലിലേക്ക് അവരെത്തും. ഉദാഹരണത്തിന്, അടുത്ത കാലത്ത് ഒരു നാഡീ ജ്യോതിഷൻ അദ്ദേഹം ഒരു വ്യക്തിയോട് പറഞ്ഞു അത്രേ, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞാൻ പരിഹരിച്ചു തരാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നിങ്ങളെക്കാൾ കൂടുതൽ എൻ്റെ ആവശ്യമാണ്. പക്ഷെ ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പിതൃശാപം, ആ പിതൃശാപം ഇല്ലാതെയാക്കാൻ ഇന്ന ക്ഷേത്രങ്ങളിലേക്ക് പോകണം, ചില വഴിപാടുകൾ ചെയ്യണം. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറും. അതേ വ്യക്തി ആ നാഡീ ജ്യോതിഷൻ പറഞ്ഞത് കുറേ വിശ്വസിച്ചു. അതേ നാഡീ ജ്യോതിഷൻ തന്നെ ഒരു ആയുർവേദ ഡോക്ടറും കൂടിയാണ്, വൈദ്യനാണ്, ഓതന്റിക് ആയിട്ട് ഡിഗ്രിയുള്ള വ്യക്തിയല്ല. അദ്ദേഹം ഒത്തിരി അസുഖങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്ന കഥകൾ, അത് വസ്തുതയാണോ ഇല്ലയോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. കുറേ കഥകൾ അദ്ദേഹവും പ്രചരിപ്പിക്കുന്നുണ്ട്, പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ വ്യക്തിക്ക് ആ ജ്യോത്സ്യൻ ഇത്രയും അധികം, നാഡീ ജ്യോതിഷൻ ഇത്രയും അധികം ധൈര്യമായിട്ട് വാക്ക് തരുന്നു, നിങ്ങളുടെ അസുഖം ഭേദമാക്കേണ്ടത് എൻ്റെയും കൂടി ഉത്തരവാദിത്വമാണ്, നിങ്ങളെക്കാൾ എനിക്കാണ് അതിൽ താല്പര്യമുള്ളത് എന്ന് പ്രയോഗം തന്നെ ഈ രോഗിയില് വ്യക്തിയില് അസാമാന്യമാം വിധത്തിലുള്ള സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഈ വ്യക്തിയെ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞത്, ഇതൊന്നും അല്ല നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ
ഒരിക്കലും വൈകാതെ ഒരു നല്ല ഡോക്ടറുടെ അടുത്ത് ചെല്ലണം. ഞാൻ ഡോക്ടറുടെ പേരും പറഞ്ഞു കൊടുത്തു, സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞു കൊടുത്തു, ഹോസ്പിറ്റലിൻ്റെ പേരും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ വ്യക്തിക്ക് ചെറിയൊരു സംശയം, ഈ നാഡീ ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായും ഭേദമാക്കി തരാം എന്ന് അയാൾ അത്രയും ഉറപ്പിച്ചു പറയുന്നു. ഞാൻ ആ വ്യക്തിയോട്, സോ കോൾഡ് പേഷ്യൻറ്റിനോട് പറഞ്ഞു, എൻ്റെ അടുത്ത ഒരു ബന്ധു ഒരു ഹോമിയോ ഡോക്ടറുടെ അടുത്ത് പോയി. ആ ഹോമിയോ ഡോക്ടറെ കുറിച്ച് ആരെന്തെല്ലാമാണ് നല്ലത് പറയുന്നത്. ആ ഹോമിയോ ഡോക്ടറും പറഞ്ഞത് ഇതാണ്, നിങ്ങളുടെ അസുഖം ഭേദമാക്കേണ്ടത് നിങ്ങളെക്കാൾ എൻ്റെ ആവശ്യമാണ്. നിങ്ങളുടെ അസുഖം ഞാൻ ഭേദമാക്കി തരുമെന്ന് 100% വാക്ക് തരുന്നു എന്നാണ് ഹോമിയോ ഡോക്ടർ പറഞ്ഞത്. അങ്ങേര് പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഹോമിയോ ഡോക്ടർ പറഞ്ഞതിൻ്റെ നേരെ വിപരീതം സംഭവിച്ചു. ഈ വ്യക്തിയെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഞാൻ ഇത്രയും പറഞ്ഞതിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. ഇനി ഞാൻ ആ പ്രശ്നത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാണ്. ചിലര് അസുഖം വരുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജ്യോതിഷൻ്റെ അടുത്തോ നാഡീ ജ്യോതിഷൻ്റെ അടുത്തോ വാസ്തുവിദ്യക്കാരൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ആയുർവേദ വൈദ്യൻ്റെ അടുത്തോ ഓതൻറ്റിക് ആയിട്ട് പഠിക്കാത്ത സാധാരണക്കാരനായ വൈദ്യൻ്റെ അടുത്തോ ചിലപ്പോൾ ചില കളരിയിലോ ചില പ്രത്യേക തരത്തിൽ കൈപുണ്യമുള്ള ചികിത്സകൻ്റെ അടുത്തോ അല്ലെങ്കിൽ തറക്കേടില്ല എന്ന് ലോകം പറയുന്ന ഹോമിയോ ഡോക്ടറുടെ അടുത്തോ എല്ലാം പോകും. ഇതൊരു വശം. ഇതുകൂടാതെ വേറൊരു വശം അമ്പലത്തിലെ വഴിപാട്, പിതൃകോപം, പിതൃശാപം, വീട്ടിലുള്ള കുഴപ്പം, സർപ്പകോപം, അങ്ങനെ പറഞ്ഞ് വേറൊരു വശം. ഇതെല്ലാം കൂടി ചേർത്ത് അസുഖം ഭേദമാകാനുള്ള പ്രശ്നത്തിൻ്റെ 50% ഇതാണെന്ന് വിചാരിക്കാം. നാഡീ ജ്യോത്സ്യൻ പറഞ്ഞത്, സാധാരണ ജ്യോത്സ്യൻ പറഞ്ഞത്, വാസ്തുവിദ്യക്കാരൻ പറഞ്ഞത്, അല്ലെങ്കിൽ അമ്പലത്തിലെ പൂജാരി പറഞ്ഞത് എല്ലാം കൂടി ചേർന്ന് 50% ഒരു വശത്താണ്. ഇയാളുടെ അസുഖം ഭേദമാകാൻ നല്ല ശരിക്ക് കൈപുണ്യമുള്ള എന്ന വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്നു. ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു ആശുപത്രിയിൽ ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു ഡോക്ടർ നല്ല 10-15 പേരോട് ഈ വിഷയം ടെലിഫോണിലൂടെ ചർച്ച ചെയ്തിട്ട് ഇങ്ങനെയുള്ള അസുഖത്തിന് ഏറ്റവും നല്ല ഡോക്ടർ ആരായിരിക്കാം, നിങ്ങളുടെ അനുഭവം എന്താ, ഒരു ദിവസം ശ്രമിച്ചാൽ മതിയല്ലോ. അത് നോക്കിയിട്ട് ആ ഹോസ്പിറ്റലിൽ ആ ഡോക്ടറുടെ അടുത്ത് അപ്പോയിൻമെൻ്റ് എടുക്കുക. ഇനിയാണ് യഥാർത്ഥത്തിൽ ഞാൻ പോയിന്റിലേക്ക് വരാൻ പോകുന്നത്. ഈ ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ പല ശാരീരിക മാനസിക വൈകല്യമുള്ളവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താ കൺഫ്യൂഷൻ? ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ട് 2-3 മാസത്തിനകം എല്ലാം ശരിയാവും എന്ന്. നാഡീ ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ട് ഈ ശാപം, പിതൃശാപം പോയി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് എല്ലാ കാര്യവും ശരിയാവും, അതുവരെ വെയിറ്റ് ചെയ്തൂടെ എന്നാണ് ദ സോ കോൾഡ് രോഗിയുടെ മനസ്സിലുള്ള കൺഫ്യൂഷൻ. ഇപ്പോൾ കുറച്ച് ആഴ്ചകളായിട്ട് ഞാൻ അവരോട് പറയാറുള്ളത്, ഇങ്ങനെ ധാരാളം ചോദ്യവും വേദനയുമായിട്ട് പ്രശ്നങ്ങളുമായിട്ട് വരുന്നവരോട് പറയാറുള്ളത്, നിങ്ങളൊരു കാര്യം ചെയ്യാം, മോഡേൺ മെഡിസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഇന്ന് വേറെ ഒരു ആൾട്ടർനേറ്റീവ് സിസ്റ്റം ഇല്ല. ആയുർവേദം വളരെ വളരെ നല്ലതാണ്. അടുത്ത കാലത്ത് പാലക്കാട് തഥാതൻ സ്വാമികളുടെ ധർമ്മസൂയ യാഗത്തിന് പ്രഭാഷണത്തിന് പോകുമ്പോൾ അവിടെ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയിലെ AVPയിലെ MD ആയിട്ടുള്ള ഡോക്ടർ കൃഷ്ണകുമാർ സാറ് പറയുകയുണ്ടായി, ആയുർവേദം ക്യൂറേറ്റീവ് എന്നുള്ളതിനേക്കാളും പ്രിവെൻറ്റീവാണ്. ഒരു രോഗം വന്നാൽ ചികിത്സിക്കാൻ ആയുർവേദം മോശമാണെന്നല്ല, രോഗം വരാതിരിക്കാൻ ശരീരത്തെ എക്യുപ്പ് ചെയ്തിട്ടാണ്
ആയുർവേദം മുമ്പോട്ട് പോകുന്നത്. ഹോമിയോ ശരീരത്തിൽ പ്രതിരോധ ശക്തി ഉണ്ടാക്കിയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതുപോലെ ജ്യോതിഷം നമ്മൾ ജനിച്ച സമയം ഏതാണോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഏകദേശ ഒരു രൂപത്തിൻ്റെ പുറത്ത് 6, 8, 12 ഭാവങ്ങളെല്ലാം നോക്കിയിട്ടാണ് ആ ഭാവത്തിലുള്ള അധിപൻ, ഭാവാധിപന്റെ കാലം, അപഹാരം, ഛിദ്രം, സൂക്ഷ്മം അത് നോക്കിയിട്ടാണ് ജ്യോത്സ്യൻ എന്തെങ്കിലും പറയുന്നത്. നാഡീ ജ്യോത്സ്യൻ പറയുന്നത് നിങ്ങൾ അവിടെ ചെന്ന് ചോദിച്ച ആ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള താളിയോല ഗ്രന്ഥം എടുത്തിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവരെല്ലാവരും ഈ രോഗ നിവാരണത്തിന് പറയുന്ന വരികള് അവരുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ശരിയാണ്. അതേ സമയത്ത് ഇപ്പുറത്തുള്ളത് രോഗമെന്ന യാഥാർത്ഥ്യമാണ്. ആ രോഗമെന്ന യാഥാർത്ഥ്യത്തിന് വേണ്ടത് ചികിത്സയാണ്. ഇതെല്ലാം ചികിത്സയല്ല, പരിഹാര മാർഗങ്ങളാണ്. ഈ പരിഹാര മാർഗങ്ങളിൽ ട്രാപ്പിലായിട്ട് ചികിത്സിക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് പല രോഗങ്ങളും അല്ലെങ്കിൽ ചില രോഗങ്ങളെങ്കിലും ഓരോ ദിവസവും കഴിയുന്നതിനനുസരിച്ച് അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. അപ്പോൾ ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞ് പിതൃശാപമില്ലാതെയാവാൻ 10-25 അമ്പലങ്ങളിൽ പോയി വഴിപാടുകളെല്ലാം നടത്തി പിന്നെ നമുക്ക് ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകാമെന്ന് തീരുമാനിക്കുന്ന രോഗിക്ക് പലപ്പോഴും സംഭവിക്കുന്നത് 5-6 ആഴ്ചകൾ കഴിയുമ്പോഴത്തേക്കും ഈ രോഗം ഇൻക്യൂറബിൾ ലെവലിലേക്ക് പോകുന്നു. അപ്പം എന്താ സംഭവിക്കുക? ഇവിടെ ചെലവായ എമൗണ്ട് കൂടാതെ ഈ ഡോക്ടറുടെ അടുത്ത് ചെലവാകുന്ന രോഗം മൂർച്ഛിക്കുമ്പോൾ എടുക്കേണ്ടി വരുന്ന പ്രിക്കോഷണറി എക്സ്പെൻഡിച്ചർ വേറെ. ഇങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ കുറേ പേരോട് ഇപ്പോൾ പറയുന്നത് ഒരു തരത്തിൽ കൺഫ്യൂസിങ് എന്ന് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഞാൻ അവരോട് പറയാറുള്ളത്, ഒരു ജ്യോത്സ്യൻ നിങ്ങളുടെ അസുഖത്തിന് പിതൃശാപമുണ്ട്, പിതൃകോപമുണ്ട്, സർപ്പശാപമുണ്ട്, സർപ്പകോപമുണ്ട്, അതിന് ഒരു 10 ക്ഷേത്രത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ 100 പാലും പോലെയുള്ളൊരു വഴിപാട് കഴിക്കണം, അല്ലെങ്കിൽ ചോറ്റാനിക്കരയിൽ പോയിട്ട് ഗുരുതി പുഷ്പാഞ്ജലി കഴിക്കണം, അതല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് വഴിപാട് കഴിക്കണം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ചോറ്റാനിക്കരയിൽ പോകാനോ ഗുരുവായൂരിൽ പോകാനോ ഒരു ഗുരുതി പുഷ്പാഞ്ജലിക്ക് 10 രൂപയേ ഉള്ളൂ. അത് ചെയ്യാനോ 100 പാലും ചെയ്യണമെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് വഴിപാടിന് കൊടുത്താൽ 10-50 രൂപയേ ഉള്ളൂ. ആ അമ്പലത്തിലേക്ക് ഒരു ദർശനം നടത്തലുമായി മനസ്സിനകത്ത് ജ്യോത്സ്യനോ നാഡീ ജ്യോത്സ്യനോ വാസ്തുക്കാരനോ പറഞ്ഞതിൻ്റെ ഒരു പരിഹാരവുമായി. ഒരു പക്ഷേ ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ സമഗ്രമായിട്ടുള്ള മാനേജ്മെൻ്റാണ്. ഇൻ്റഗ്രേറ്റഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സമഗ്രമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളുടെ മനസ്സിൽ ജ്യോതിഷൻ പറഞ്ഞത് ഇങ്ങനെ തങ്ങിക്കിടക്കുന്നുണ്ട് എങ്കിൽ അതിന് പരിഹാരം കണ്ടതിന് ശേഷം പിന്നെ ആശുപത്രിയിലേക്ക് പോകുന്നതിന് പകരം ആ ക്ഷേത്ര ദർശനവും നടത്തുക, അസുഖം ഉണ്ടെന്ന് തോന്നിയ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിനും പോവുക. അപ്പോൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് പിന്നെയാക്കാമെന്ന് ധരിക്കരുത്. അതായത് സൂപ്പർസ്റ്റിഷൻ ആണെങ്കിലും അനാചാരമോ അന്ധവിശ്വാസമോ ദുരാചാരമോ എന്താണെങ്കിലും ശരി, ഫെയ്ത്ത് ഹീലിംഗ് എന്നൊരു സിസ്റ്റം ഉണ്ട്. അന്ധമായിട്ടുള്ള ഭക്തിയോ വിശ്വാസമോ അല്ല, മറിച്ച് മനസ്സിനെ സ്വാധീനിക്കുന്ന ഭക്തിയും സിസ്റ്റവും. എനിക്ക് ഇങ്ങനെ ഒരു ശാപമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ജ്യോത്സ്യൻ പറഞ്ഞ ക്യൂറേറ്റീവ് മെഷേഴ്സ് അത് എടുക്കുന്ന ദിവസം തന്നെ, ആരംഭിക്കുന്ന ദിവസം തന്നെയോ അല്ലെങ്കിൽ നമ്മൾക്ക് സൗകര്യമുള്ള ദിവസം ഒരു അല്പം പോലും വൈകാതെ
മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് ഒരിക്കലും ലാപ്സ് വരുത്താതെ മോഡേൺ സയൻസും ഏൻഷ്യൻ്റ് സിസ്റ്റവും ഒരെണ്ണത്തിന് ശേഷം വേറൊരെണ്ണം എന്നുള്ളതിന് പകരം സാധിക്കുമെങ്കിൽ രണ്ടും നടത്തുക. ഇങ്ങനെ ഞാനൊരു സജഷൻ നിങ്ങൾക്ക് തരുമ്പോൾ അത് ശരിക്കും അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുകയാണോ, അനാചാരത്തെയും ദുരാചാരത്തെയും പ്രോത്സാഹിപ്പിക്കുകയാണോ, തെറ്റായിട്ട് പറയുന്ന ജ്യോത്സ്യന്മാരുടെ കർമ്മങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാണോ എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് അത് വേണോ ഇത് വേണോ എന്ന സംശയം വരുമ്പോൾ രണ്ടിലെയും നല്ലതെടുക്കുക എന്നൊരു സൊല്യൂഷനേ ഉള്ളൂ. കാരണം ശരീരത്തിന് ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ മനസ്സ് വേറൊന്നിൽ ട്രാപ്പിലാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ മനസ്സ് ഈ ശരീരത്തിന്റെ ട്രീറ്റ്മെന്റിന്റെ മരുന്ന് എടുക്കില്ല. ശരീര മനസ്സോ യോഗ പരസ്പരം അനുവ്രജേത ആധാര ആധേയ ഭാവേന തപ്താജ്യ ഘടയോരിവ. മനസ്സിനെയാണ് ഏത് രോഗത്തിനും ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത്. മനസ്സില് ഡോക്ടറോടുള്ള വിശ്വാസം, മരുന്നിനോടുള്ള വിശ്വാസം, രോഗം പോകുമെന്ന വിശ്വാസം, ഇത് ഇൻക്യൂറബിൾ ഡിസീസ് അല്ല എന്ന വിശ്വാസം, ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെന്ന വിശ്വാസം, ആ വിശ്വാസം എല്ലാം നമ്മുടെ തലച്ചോറിനകത്ത് ക്യൂറേറ്റീവ് കെമിക്കൽസ് ഉണ്ടാക്കുന്നതിനാലാണ് പലപ്പോഴും ചില ഗോതമ്പ് പൊടി ടാബ്ലറ്റ് ആക്കി കൊടുത്താലും അസുഖം ഭേദമാകുന്ന ഫീലിംഗ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ മനസ്സിനെയാണ് ആദ്യം നമ്മൾ ചികിത്സിക്കേണ്ടത് എന്ന കാരണത്താൽ നിങ്ങൾ ഏതെങ്കിലും ജ്യോത്സ്യൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഭാരതീയ പൈതൃകവുമായി ബന്ധപ്പെട്ട ക്യൂറേറ്റീവ് മെഷേഴ്സ് എടുക്കുന്ന വ്യക്തികളുടെ അടുത്ത് പോയി അവർ പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ പരിധിക്കപ്പുറം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ രോഗിയുടെ മനസ്സിനെ കുറെ കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിരാകരിച്ച് മോഡേൺ മെഡിസിന് പോകുന്നതിന് പകരം അതിനെയും കൂടി സ്വീകരിച്ച് അതിൽ വളരെ കോസ്റ്റ്ലി അല്ലാത്ത സജഷൻസ് ആയിരിക്കും മിക്കവാറും. നല്ല അസ്ട്രോളജേഴ്സ് ആണെങ്കിൽ, നല്ല വാസ്തുക്കാരാണെങ്കിൽ, നല്ല ഞാടി ജ്യോതിഷന്മാരാണെങ്കിൽ പറയുന്നത് ഒന്ന് മൂകാംബികയിൽ പോകാൻ പറയും. ചിലപ്പോൾ അതൊരു യാത്രയാക്കുക, സന്തോഷകരമായ ഒരു യാത്രയാക്കുക. ആനന്ദദായകമായിട്ട് 1-2 ദിവസം അവിടെ ചെലവഴിച്ച് മനസ്സിനെ എക്യുപ്പ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് മൂകാംബിക യാത്ര ഉപയോഗിക്കുക. ഗുരുവായൂരിൽ പോവുക, ക്യൂ നിന്ന് വേണം തൊഴാനായി, സാരമില്ല, അതും ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഹരിപ്പാടുള്ള മണ്ണാർശാല അവിടെ പോവുക, അതൊരു രസ. നല്ല കാട്ടിൻ്റെ ഉള്ളിൽ കുറേ നേരം ചെലവഴിച്ച് ഒരു പുഷ്പാഞ്ജലിയൊക്കെ നടത്തി അത് നമ്മുടെ മനസ്സിനെ കുറേയൊക്കെ സ്വാധീനിക്കട്ടെ പോസിറ്റീവായിട്ട്. അപ്പം ഇപ്പുറത്ത് ചിലർ പറയുന്നതിനെ നിരാകരിച്ചുകൊണ്ട് ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിന് പകരം സ്വീകരിച്ചുകൊണ്ട് ട്രീറ്റ്മെൻറ്റിന് പോയാൽ രണ്ടിലും നമുക്ക് നിലനിൽക്കുന്ന പ്രയോജനം, യൂസ്ഫുൾനെസ് അക്വയർ ചെയ്യാൻ, ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഏതെങ്കിലും ഒരു സിസ്റ്റം മാത്രമേ ശരി എന്ന് ധരിക്കാനും പാടില്ല. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ മോഡേൺ മെഡിസിൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പം മോഡേൺ മെഡിസിനിൽ എനിക്കറിയാം ഒരു വ്യക്തിക്ക് കുറേ ഡോക്ടറുടെ അടുത്ത് അദ്ദേഹം പോയി തിരുവനന്തപുരത്ത്. അവസാനം ഒരു നല്ല ഡോക്ടറുടെ അടുത്ത് പോയി, ഒരു കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അദ്ദേഹം ഈ രോഗിയോ രോഗിയുടെ അടുത്തുള്ളവരോ പറയുന്ന കാര്യങ്ങൾ മണിക്കൂറുകളോളം ഒന്നും കേട്ടില്ല. 2 മിനിറ്റ് കേട്ടു, 2-3 മിനിറ്റ് കേട്ട് പിന്നെ ആ ഡോക്ടർ തിരിച്ച് ഈ രോഗിയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട്, അല്ലേ ഇന്ന പ്രോബ്ലം ഉണ്ട്. ഒരു 15 പോയിന്റ് തിരിച്ച് രോഗിയോട് പറഞ്ഞു. ആ രോഗിയോട് അതെല്ലാം പറഞ്ഞപ്പോൾ തന്നെ ആ രോഗിയിൽ 70-80% അസുഖം പുറത്തേക്ക് പോയ മാതിരി. ചിലർക്ക് വയറുവേദന എടുക്കുമ്പോൾ വൊമിറ്റ് ചെയ്തിട്ട് വയറ്റിനകത്തുള്ളതെല്ലാം കൂടി പുറത്തേക്ക് പോകുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം മാതിരി ആ ഡോക്ടർ ഈ രോഗിയോട്, മോഡേൺ ഡോക്ടറാണ്, MBBS MD കുറേ ഡിഗ്രി ഉള്ള ഡോക്ടറാണ്, പക്ഷെ സിമ്പിൾ ഡോക്ടറാണ്. അദ്ദേഹം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ
വളരെ ഭംഗിയായിട്ട് ആ രോഗി റിക്കവർ ചെയ്തു. മിനിറ്റുകൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ കൊണ്ട്. എത്രയോ MBBS MD ഉള്ള വളരെ പ്രഗത്ഭരായ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഒന്നും വർക്ക് ചെയ്യാത്തത് ഈ ഡോക്ടറുടെ അടുത്ത് വർക്ക് ചെയ്തു. അപ്പൊ അതിൻ്റെ അർത്ഥം നമ്മുടെ മോഡേൺ ഡോക്ടർമാരിൽ പോലും ചികിത്സ ഇഫക്റ്റീവായിട്ട് നടത്താൻ പറ്റാത്തവരുണ്ട്. മറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ മോഡേൺ ഡോക്ടർമാരും ചികിത്സിക്കുന്നത് ഇഫക്റ്റീവ് ആവണമെന്ന് നിർബന്ധമില്ല. അതുപോലെ ജ്യോത്സ്യൻ പറഞ്ഞത് ഇഫക്റ്റീവ് ആവണം നിർബന്ധമില്ല. നാഡി ജ്യോത്സ്യൻ പറഞ്ഞതോ, വാസ്തുവിദ്യക്കാരൻ പറഞ്ഞതോ, ഹോമിയോ ഡോക്ടർ പറഞ്ഞതോ, ആയുർവേദ ഡോക്ടർ പറഞ്ഞതോ, അല്ലെങ്കിൽ പൂജാരി പറഞ്ഞതോ ഇഫക്റ്റീവ് ആവണമെന്നില്ല. അതുപോലെ തന്നെ എല്ലാ മോഡേൺ ഡോക്ടർമാർ പറഞ്ഞതും ഇഫക്റ്റീവ് ആവണമെന്നില്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ എവിടെയാണോ എൻട്രാപ്ഡ് ആയിരിക്കുന്നത്, ആ എൻട്രാപ്ഡ് ആയിരിക്കുന്ന ട്രാപ്പിൽ നിന്ന് പുറത്തേക്ക് വന്ന് എല്ലാത്തിലെയും നന്മകൾ നിരാകരിക്കാതെ കഴിയുന്നതും അതിൽ സ്വീകരിച്ചുകൊണ്ട് ഒരു ചികിത്സാ സമ്പ്രദായം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, ഞാൻ ചികിത്സയെക്കുറിച്ചേ പറഞ്ഞുള്ളൂ, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളെക്കുറിച്ച്. അപ്പോൾ ഉദാഹരണമായിട്ട് അത് തന്നെയാണ് ഒരു ബിസിനസ് തുടങ്ങി, കുറേയധികം പ്രോബ്ലം വരുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു സർപ്പശാപമുണ്ട്. അയാൾ പറഞ്ഞു നിങ്ങൾ മണ്ണാർശാലയിൽ പോയാൽ മതി. ഇന്ന് മണ്ണാർശാലയിൽ പോവുക, അതിനെന്തിനാ വെല്ലുവിളിക്കാൻ പോകുന്നത്? അവിടെ പോവുക, 10-100 രൂപയുടെ വഴിപാട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു നല്ല MBA കാരനെ കാണുക. ഈ ബിസിനസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നതെന്ന് അയാൾ ചോദിക്കാം. അപ്പോൾ MBA കാരനെയും ഉപയോഗിക്കാം, മണ്ണാർശാലക്കാരനെയും ഉപയോഗിക്കാം. രണ്ടും ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? ഉപയോഗിക്കാൻ പാടില്ലെന്നൊന്നും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു രോഗ ചികിത്സയുടെ കാരണത്താലാണെങ്കിലും ചിലപ്പോൾ വിവാഹം നടക്കുന്നതായിരിക്കും. വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഇതേപോലെ പ്രശ്നം വരും. നല്ല ഒരു മാംഗല്യ സഹായിയിൽ രജിസ്റ്ററും ചെയ്യുക, അത്യാവശ്യം മാട്രിമോണിയൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക. പിന്നെ സർപ്പശാപം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗുരുവായൂരിൽ പോകണമെങ്കിൽ ഒരു 2 ലിറ്റർ പാൽപ്പായസം വഴിപാടിന് കൊടുക്കുക. പാൽപ്പായസം വീട്ടുകാർക്ക് തിന്നുകയും ചെയ്യാം. ഗുരുവായൂരപ്പന് സന്തോഷമായി എന്ന സന്തോഷവും നമുക്കുണ്ടാവും. ഇവിടെ മാംഗല്യ സഹായിയിൽ കൊടുത്തിട്ടുമുണ്ട്. 2 ആയല്ലോ. അപ്പോൾ ഒന്നിനെ നിരാകരിക്കാൻ പോകണ്ട. ഇത് രണ്ടും അറ്റാച്ച്മെൻറ്റോട് കൂടി ചെയ്യണം, പക്ഷെ ബോണ്ടേജോട് കൂടി ചെയ്യരുത്. ഈ ബന്ധനം വന്നാൽ ഗുരുവായൂരിൽ ഞാൻ 2 ലിറ്റർ പാൽപ്പായസം വഴിപാടിന് കൊടുത്തു, എന്നിട്ടും എൻ്റെ മകളുടെ കല്യാണം നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുക, ഗുരുവായൂരപ്പൻ്റെ ജോലിയല്ല നിങ്ങളുടെ മകളുടെ കല്യാണം നടത്തേണ്ടത്. അങ്ങനെ ഒരാൾ സജസ്റ്റ് ചെയ്തപ്പോൾ ആ വഴിയും കൂടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അറ്റാച്ച്മെൻ്റ് ആവാം. അല്ല 2 ലിറ്റർ പാൽപ്പായസം വഴിപാടിന് കൊടുത്തിട്ട് പോലും എൻ്റെ മകളുടെ കല്യാണം നടന്നിട്ടില്ല, യൂസ്ലെസ് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന മനസ്സുണ്ടാവരുത്. അത് നമ്മുടെ കുഴപ്പമാണ്. അപ്പോൾ അവിടെ നമ്മൾ പോവണ്ട. ബോണ്ടേജ് ഇല്ലാതെ അറ്റാച്ച്മെൻറ്റോട് കൂടി ഏത് നല്ലതുണ്ടോ അതിങ്ങനെ ടിക്ക് മാർക്ക് ചെയ്തിട്ട് പോവാം. 4 പേരോ 5 പേരോ കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കാം. 5 പേരും പറഞ്ഞതിൽ വസ്തുതയുണ്ടെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വിചാരിക്കുക. 5 പേര് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിനെ അസാധാരണമാംവിധത്തിൽ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി മോഡേൺ സിസ്റ്റത്തെ വെല്ലുവിളിക്കാതെ, മോഡേൺ സിസ്റ്റം ഇന്ന് ഇന്നവിറ്റബിളാണ് കുറേ അധികം. അതിൻ്റെ അർത്ഥം സോഫ്റ്റ് ഡ്രിങ്കും അഡ്വർടൈസ്മെൻറ്റിലൂടെ വരുന്ന മരുന്നും മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പല സാധനങ്ങളും, അല്ലെങ്കിൽ വേണ്ടതിനും വേണ്ടാത്തതിനും സർജറി നടത്തുന്ന ഡോക്ടർമാരും 10ഉം 15ഉം ഗുളികകൾ എഴുതി തരുന്ന ഡോക്ടർമാരും, അതിൽ നിന്ന് കമ്മീഷൻ മേടിക്കുന്ന ഡോക്ടർമാരും, വേണ്ടതിനും വേണ്ടാത്തതിനും MRI സ്കാനിങ് എഴുതി തന്ന് 5500 രൂപ കമ്മീഷൻ മേടിക്കുന്ന, CT സ്കാനിങ് എഴുതി തന്ന്, EG എഴുതി തന്ന് കമ്മീഷൻ മേടിക്കുന്ന ഡോക്ടർമാരെല്ലാം മോഡേൺ സിസ്റ്റത്തിൻ്റെ നന്മ നിറഞ്ഞവരാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. നല്ലൊരു ഡോക്ടർ, നല്ലൊരു ഹോസ്പിറ്റൽ, ആ നല്ല ഡോക്ടറും നല്ല ഹോസ്പിറ്റലും കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ തന്നെയാണ്. നമ്മുടെ മകൾക്ക് നല്ലൊരു ഒരു മരുമകളെയോ മരുമകനെയോ കണ്ടുപിടിക്കുന്ന പോലെ, താമസിക്കാൻ നല്ലൊരു വീട് കണ്ടുപിടിക്കുന്ന പോലെ, ഭക്ഷണം കഴിക്കാൻ നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കുന്നത് പോലെ, വീട് വെക്കാൻ നല്ല ഒരു പുരയിടം അഥവാ പ്ലോട്ട് കണ്ടുപിടിക്കുന്നത് പോലെ, ഡ്രസ്സ് വാങ്ങിക്കാൻ നല്ലൊരു കട കണ്ടുപിടിക്കുന്ന പോലെ, ജീവിതത്തിൽ നല്ലൊരു ഡോക്ടറെ, നല്ലൊരു എഞ്ചിനീയറെ, നല്ലൊരു ബിസിനസ് പാർട്ട്ണറെ, നല്ലൊരു അഡ്വൈസറെ, നല്ലൊരു ടാക്സ് കൺസൾട്ടൻറ്റിനെ, നല്ല ഒരു ഫ്രണ്ടിനെ, 1-2 ഫ്രണ്ട്സിനെ, നല്ലൊരു അയൽക്കാരെ ഒക്കെ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ തന്നെയാണ്. അപ്പോൾ അത് മോഡേൺ ആയിട്ടുള്ളത് നമ്മൾ എടുത്ത്, ഇപ്പുറത്ത് ഏൻഷ്യൻ്റ് ആയിട്ടുള്ളതും അതിലെ നന്മകളും എടുത്ത്, രണ്ടിനോടും പരിധിക്കപ്പുറം ബന്ധനമില്ലാതെ നമ്മൾ രണ്ടിൻ്റെയും ബെനിഫിറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒത്തിരി അധികം പ്രശ്നങ്ങൾ കുറേ കൂടി എളുപ്പത്തിൽ
അല്ലെങ്കിലും ഒരുപക്ഷെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് വന്നേക്കാം. കുറേ കൂടി എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നതാണ്. ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു, ഭാരതീയ പൈതൃകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് അനവധി ലെക്ചർ നടത്താറുണ്ട്. ഇപ്പം ഞാൻ ടെലി ലെക്ചർ നടത്താറുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യന്നോ മിഡിൽ ഈസ്റ്റിന്നോ അമേരിക്കന്നോ ബഹ്റിനെന്നോ മറ്റോ അവരുടെ മൊബൈൽ ഫോണിൽ നിന്ന് എൻ്റെ ലാൻഡ് ഫോണിലേക്ക് കണക്ട് ചെയ്താൽ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ആരാണോ എന്നെ വിളിച്ചത് അയാളുടെ മൊബൈൽ ഫോൺ വലത്തെ അറ്റത്ത് മുകളിലുള്ള കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീക്കറിൽ വരും. നല്ല സൗണ്ട് കിട്ടും അയാൾക്ക്. അത് മൈക്കിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുമാതിരിയുള്ള പ്രശ്നങ്ങൾക്ക് വ്യക്തിപരമായിട്ടല്ല, ഗ്രൂപ്പായിട്ട് ഒരു 10, 50, 60 പേരുണ്ടെങ്കിൽ ബഹ്റിനിൽ വന്ന് ദുബായിൽ വന്ന് അമേരിക്കയിൽ പോയിട്ട് ക്ലാസ് എടുക്കാൻ ഇനി സാധ്യമല്ല, ഞാൻ തയ്യാറുമല്ല. അപ്പോൾ ഇവിടെ നിന്ന് അവിടേക്ക് ക്ലാസ് എടുക്കാം, കോസ്റ്റ് എഫക്റ്റീവാണ്. അത് ഞാനിപ്പോൾ പറഞ്ഞത് ഇതുപോലെയുള്ള അത്യന്ത ആധുനികമായ ഫെസിലിറ്റീസ് ട്രീറ്റ്മെൻറ്റിലും ഡേ ടു ഡേ ലൈഫിലും നമ്മുടെ കംഫർട്ട് കുറെ കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുമ്പോൾ അത് 50% മോഡേൺ ആവുമ്പോൾ 50% ഏൻഷ്യൻറ്റിൻ്റെ നന്മകളും ഓപ്പണായിട്ട് അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു മനസ്സോടുകൂടി സ്വീകരിക്കാൻ സാധിച്ചാൽ നമ്മുടെ വേദങ്ങൾ പറയുന്നു, ആനോഭദ്രാഹ കൃതവോ യന്തു വിശ്വതഃ, ലെറ്റ് നോബിൾ തോട്ട്സ് കം ടുവേർഡ്സ് അസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിലെ എല്ലായിടത്തു നിന്നും നമ്മളിലേക്ക് വന്നു ചേരട്ടെ എന്ന് പറയുന്നവർ മുമ്പിലുള്ള നന്മകൾ, മോഡേൺ സയൻസിൻ്റെതായിട്ടുള്ള നന്മകൾ, പുറകിലുള്ളതായിട്ടുള്ള നന്മകൾ, ഏൻഷ്യൻ്റ് ഹെറിറ്റേജിൻ്റെ നന്മകൾ, രണ്ടും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ജീവിതത്തിൽ പ്രയോഗിക്കാനും ഉപയോഗിക്കാനും സാധിക്കണം. ഒന്നിൻ്റെയും നന്മകൾ നമുക്ക് നിരാകരിക്കേണ്ട ആവശ്യമില്ല. ഒന്നും ലോകത്തിൽ പെർഫെക്റ്റ് നന്മകൾ മാത്രമായിട്ടുള്ളതില്ല, പെർഫെക്റ്റ് തിന്മകൾ മാത്രമായിട്ടുള്ളതില്ല. ഇപ്പോൾ പറഞ്ഞതിനെ ഒന്നും കൂടി തിരുത്തി പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ദ ബെസ്റ്റ് എന്ന് പറയാൻ ഒന്നും ലോകത്തിലില്ല, കംപ്ലീറ്റ്ലി ദ വർസ്റ്റ് എന്ന് പറയാനും ലോകത്തിലൊന്നുമില്ല. എല്ലാം ഇടയ്ക്കുള്ളതാണ്. വർസ്റ്റിൻ്റെയും ബെസ്റ്റിൻ്റെയും ഇടയ്ക്കാണ് ഈ ലോകം തന്നെ നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് X1, X2, X3, X4, X5 A1, A2, A3, AB, A5, A4 ആ നന്മകൾ എടുക്കാം. X1, X2, X3, X4, X5 A1, A2, A3, A4, A5 എന്ന നന്മകൾ എടുക്കാം. ഈ A1 + A2 + A3 + A4 + etc. is equal to ബിഗ് A. നമുക്ക് ആവശ്യമുള്ള സൊല്യൂഷൻ. അപ്പം നമുക്ക് ആവശ്യമുള്ള സൊല്യൂഷൻ എവിടെ നിന്ന് കിട്ടിയാലും ആകപ്പാടുകൂടി സൊല്യൂഷൻ തരുന്നതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് എഫക്റ്റ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഒന്നിനെയും തള്ളാതെ എല്ലാത്തിലെയും നന്മകൾ സ്വീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിച്ചാൽ ഒരു ബെറ്റർ ലൈഫ് കിട്ടുമെന്ന് പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് തന്നെ ഒരു തിളക്കം, സന്തോഷം, സംതൃപ്തി എല്ലാം കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഒരെണ്ണം മാത്രം ശരി, അല്ലെങ്കിൽ എൻ്റെ വീക്ഷണം മാത്രം ശരി, ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ ഒരു സിസ്റ്റം മാത്രം ശരി എന്ന് ചിന്തിക്കുന്നതിന് പകരം ശരി എവിടെയെല്ലാം ഉണ്ടോ, ആരിലെല്ലാം ഉണ്ടോ, ഏതെല്ലാം തരത്തിലുള്ള ശരികളുണ്ടോ ആ ശരികളെല്ലാം എടുത്ത് നമ്മളുടേതായിട്ടുള്ള കുറവുകൾ പരിഹരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം, നമസ്കാരം.